റഷ്യ ഉക്രൈൻ്റെ യുദ്ധവിമാനങ്ങൾ F-16 അടക്കമുള്ള തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നു. അതെന്താണ് ഇന്ത്യയുമായിട്ട് ചർച്ച, ഇപ്പോൾ ഇങ്ങനെ ഇതിനെ ഇന്ത്യയെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാനുള്ള കാരണം? ആദ്യം റഷ്യയിൽ നടന്ന കാര്യം പറയാം. അതായത് റഷ്യയിലെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് ഫോറസ് എന്നാണ്. ഫോറസ്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ സെരിയ ഷിംറ്റേവ്, റഷ്യൻ പേരാണ്, ക്ഷമിക്കണം, അത്ര എനിക്ക് വഴങ്ങുന്നുണ്ട്. ഇയാൾ ഓഗസ്റ്റ് 2024 കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഒരു സംഗതി അമേരിക്ക ഉക്രൈന് കൊടുത്തിരുന്നു, F-16 യുദ്ധവിമാനങ്ങൾ. അപ്പോൾ ആ യുദ്ധവിമാനം വീഴ്ത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഈ സ്ഥാപനം. അപ്പോൾ ഇപ്പോൾ 3 F-16 യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ്റെ, അതായത് അമേരിക്ക ഉക്രൈന് കൊടുത്ത 3 F-16 യുദ്ധവിമാനങ്ങൾ റഷ്യ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് വിവരം. അത് S-400, അതായത് വ്യോമ പ്രതിരോധ സംവിധാനം S-400-ഉം R-37 എന്ന് പറയുന്ന മിസൈലും, ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സംഗതി സാധ്യമായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത 12 പട്ടാളക്കാർക്ക്, റഷ്യൻ പട്ടാളക്കാർക്ക് ഈ സ്ഥാപനം $2 ലക്ഷം വീതം പാരിതോഷികം കൊടുത്തു, കൈമാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യം ഉക്രൈനും സ്ഥിരീകരിക്കുന്നുണ്ട്. 3 യുദ്ധവിമാനങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടു. അത് ഓഗസ്റ്റ് 2024, ഏപ്രിൽ 2025, കഴിഞ്ഞ മെയ് 16, ഇങ്ങനെ 3 തവണയായിട്ട് 3 വിമാനങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടു എന്ന് ഉക്രൈന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ F-16 പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു യുദ്ധവിമാനമാണ്. അത് ഒരു യുദ്ധമുന്നണിയിൽ തകർക്കപ്പെടുന്നു എന്ന വാർത്തയും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഈ $2 ലക്ഷം വീതം ഇവർക്ക് സമ്മാനം കൊടുത്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്താണ് സംഗതി എന്ന് നോക്കാം. കാര്യം, ഈ F-16 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിലുമുണ്ട്. അമേരിക്ക അവർക്ക് കൊടുത്തതാണ് F-16 യുദ്ധവിമാനങ്ങൾ. ഭാഗ്യവശാൽ നമുക്ക് ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും നമുക്കുണ്ട്. ഇന്ത്യക്ക് അത് 3 എണ്ണമാണുള്ളത്. മൊത്തം 5 എണ്ണം വാങ്ങാനായിട്ടുള്ള കരാറാണ് റഷ്യയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 എണ്ണം നമുക്ക് ഇപ്പോഴുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ അത് വൻ വിജയമായ സാഹചര്യത്തിൽ 2 S-400 കൂടി ഈ വർഷം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത വർഷമോ കിട്ടുമെന്നാണ് കരുതുന്നത്. ഇനി F-16 എങ്ങനെയാണ് അമേരിക്ക പാകിസ്ഥാന് കൊടുത്തതെന്ന് നോക്കാം. അതായത് നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അധിനിവേശം നടത്തിയ കാലത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളും തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറുന്നു, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പാകിസ്ഥാനെ ഒപ്പം നിർത്തുക എന്ന പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക കൈമാറിയതാണ് F-16 യുദ്ധവിമാനം. പക്ഷേ അത് കൈമാറുമ്പോൾ ഒരു എഗ്രിമെൻ്റ് കൂടി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നു. അത് എൻഡ് യൂസ് മോണിറ്ററിംഗ് എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്. അതായത് ഈ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് അമേരിക്കയുടെ അനുമതിയോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. ഈ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് അമേരിക്ക കൊടുത്തപ്പോൾ ഒരു വ്യവസ്ഥയും കൂടി വെച്ചിരുന്നു. ഈ സാധനം ഉപയോഗിക്കുന്നത് ആൻറ്റി ടെററിസം ആക്ടിവിറ്റിക്കായിരിക്കണം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. അതുകൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടായാൽ അതിനെ ചെറുക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാന് ഇത് കൈമാറിയിരിക്കുന്നത്. ഇനി ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കരാറിൻ്റെ ലംഘനമാകും. പിന്നീട് ഈ യുദ്ധവിമാനത്തിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതായത് കാലാനുസൃതമായി അതിനെ ടെക്നോളജി പരിഷ്കരിക്കണമല്ലോ, ആ ടെക്നോളജി കൊടുക്കില്ല. അതിൻ്റെ സ്പെയർ പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കില്ല. തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം റദ്ദാക്കും. വേണ്ടി വന്നാൽ ഈ വിമാനം പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെടുക്കും. തുടങ്ങിയതൊക്കെയാണ് ആ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ. അപ്പോൾ ഈ F-16 പാകിസ്ഥാൻ്റെ കൈവശം ഇത്തരം വ്യവസ്ഥകളുണ്ടെങ്കിലും പാകിസ്ഥാൻ ഈ യുദ്ധവിമാനങ്ങൾ പലപ്പോഴും ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ പോലും F-16 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. അതുകൂടാതെ ബലാക്കോട്ട് 2019 ബലാക്കോട്ടിൽ നടന്ന സൈനിക നടപടിയിൽ ഇന്ത്യയെ ചെറുക്കാനായിട്ട് F-16 യുദ്ധവിമാനം വന്നിരുന്നു. ഒരു F-16 യുദ്ധവിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടതായിട്ട് ഇന്ത്യ അവകാശപ്പെടുന്നുമുണ്ട്. നിലവിൽ നമ്മുടെ S-400 സംവിധാനം നമുക്ക് ഇന്ത്യയിലുണ്ടെന്ന് നാം പറഞ്ഞു. ഏതാണ്ട് 35,000 കോടി രൂപയുടെ കരാറാണ് ഇത് സംബന്ധിച്ച് റഷ്യയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
3 S-400 സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 4 തരത്തിലുള്ള മിസൈലുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല 400 കിലോമീറ്റർ ദൂരെ വരെയുള്ള ഒരു ആകാശത്ത് പറക്കുന്ന ഏത് സംവിധാനമാണെങ്കിലും ശരി അതിനെ നമുക്ക് തകർക്കാൻ സാധിക്കും. ഏതാണ്ട് 600 കിലോമീറ്റർ റേഞ്ചിലുള്ള സാധനങ്ങൾ നമുക്കിതിൻ്റെ റഡാർ സംവിധാനത്തിലൂടെ കണ്ടെത്തുകയും അതിനെ 400 കിലോമീറ്ററിനുള്ളിൽ വെച്ച് നശിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് S-400ൻ്റെ പ്രത്യേകത. കൂടാതെ ഇപ്പോൾ റഷ്യ ഈ S-400ൻ്റെ മികവ് ബോധ്യമായതോടുകൂടി ഇന്ത്യയുമായി സഹകരിച്ച് S-500 തയ്യാറാക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുമായിട്ടുള്ള ചർച്ചകളും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം, അതായത് F-16 ഇനി പാകിസ്ഥാൻ്റെ കൈവശമുണ്ടെങ്കിലും അത് ഇന്ത്യക്കെതിരെ അത് ഉപയോഗിച്ചെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാര്യം അതിനെ റഷ്യ തുരത്താൻ ഉപയോഗിച്ച S-400 നമ്മുടെ കൈവശമുണ്ട്. അതിപ്പോൾ നിലവിൽ 3 അത് ഇനി 2 കൂടി 5 നമുക്കതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഭാവിയിൽ S-500 അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അതായത് വലിയ തോതിലുള്ള ഇന്ത്യക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ പറയുന്ന റഷ്യ ഉക്രൈൻ പ്രശ്നത്തിൽ നടക്കുന്ന ഈ ആക്രമണത്തിനിടയ്ക്ക് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തന്നെ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് S-400ൻ്റെ പുതിയ യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യക്ക് നൽകാനുള്ള 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനം 2026 കൈമാറുമെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലെ നിർണായക ഘടകമായ S-400 ട്രയംഫിൻ്റെ പ്രതിരോധ സംവിധാനമാണ് കൈമാറുകയെന്നും റഷ്യ ഇന്ത്യ തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള അന്തിമ നടപടികളാണത്. അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമർ ബാബുഷ്കിയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അജിത് ഡോവൽ അങ്ങോട്ട് പോകാനിരുന്നതാണ്. അപ്പം യാത്രയൊന്ന് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്തായാലും വലിയ തോതിലുള്ള ഒരു സൈനിക വ്യോമ പ്രതിരോധ മേഖലയിലുള്ള ഒരു നീക്കമാണ് നടക്കാനിരിക്കുന്നത്. മാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള നടപടികളുമായിട്ടുണ്ട്. Su-57 അല്ലേ? അപ്പോൾ ഇത് അത്തരം 45ഓളം വിമാനങ്ങളാണ് എത്തുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വലിയ കരുത്ത് പകരാനായി റഷ്യയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ഗുണകരമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന നാറ്റോയിൽ കൂടെ നേരെ ഉക്രൈനിലെത്തി അവിടെ പോകുമ്പോഴത്തേക്കും നാറ്റോ ഇല്ലെങ്കിൽ നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള ഈ ലോകബാങ്ക് സഹായം കിട്ടാൻ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട്. പ്രതിരോധിക്കാനുള്ള രീതിയും കൂടെ നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.